ഹലോ ഗൈസ്, അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തുമായിരുന്നു പ്രത്യേകിച്ച് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റു. വീഡിയോ എഡിറ്റ് ചെയ്യണം, കാരണം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അപ്പം ഞാൻ കൊച്ചിനെ തട്ടി നോക്കുക, എഴുന്നേക്കാനൊക്കെ പറയാം. എനിക്കും എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. ബൈ ദ വൈ, ഇതെൻ്റെ ഇക്രൂൻ്റെയും ബക്രൂൻ്റെയും കാൽപ്പാടുകളാണ് എൻ്റെ ഉടുപ്പേ കാണുന്നത്. ചുമ്മാ നല്ല ക്യൂട്ട് പ്രിൻ്റല്ലേ, നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രിൻസൊക്കെ. അപ്പം ഞാൻ ഓർത്തു രാവിലെ തന്നെ പോയി അങ്ങ് എഡിറ്റ് ചെയ്താലേ പിന്നെ എനിക്ക് തയ്ക്കാമല്ലോ. എൻ്റെ 2 കുരുപ്പുകൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ എന്താ ചൈതന്യം. അപ്പം രാവിലെ ഞാൻ അവിടെ തന്നെ സിറ്റ് ഔട്ടിലിരുന്ന് തന്നെ കുറച്ച് വോയിസ് ഓവറല്ല, എഡിറ്റ് ചെയ്ത് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എഡിറ്റ് ചെയ്യുമ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ. അപ്പം കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട്. അപ്പം കുറച്ച് നേരം എഡിറ്റ് ചെയ്തിട്ട് പിന്നെ തയ്യലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം രാവിലെ എഴുന്നേറ്റൊന്നും അധികം നേരമൊന്നും ആയിട്ടില്ല കേട്ടോ, ചായ പോലും കുടിച്ചിട്ടില്ല. ആ ഒരു ടൈം ആയതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ബാക്കിയും കൂടെ എഡിറ്റ് ചെയ്യട്ടെ. ഈ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇന്നും കൊണ്ട് ഫുൾ സ്റ്റിച്ച് ചെയ്ത് തീരണം. ഹുക്കെല്ലാം വെക്കാനുണ്ട്, പിന്നെ ബാക്കി വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ എൻ്റെ കിളി പോയിരിക്കുന്ന ടൈമായിരുന്നു, കാരണം ഒന്നിനും എനിക്ക് സമയം കിട്ടുന്നില്ല. ഫുൾ ബിസിയോട് ബിസി അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. അപ്പം ആ ഒരു ടൈമിലെടുത്ത വീഡിയോസാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പം കുഴപ്പമില്ല, അത്യാവശ്യം ടൈമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോസാണ്. അപ്പോൾ ചേച്ചിയമ്മയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഴിക്കാൻ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞാനും അവനോട് ഗസ് ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഗസ് ചെയ്ത് റൈറ്റ് ആൻസർ പറയുന്നവർക്ക് മാർക്കുണ്ട് കേട്ടോ. അയ്യേ, മുതുക്ക് രണ്ടും എന്ത് കാണിക്കുന്നത് നിങ്ങളാരും വിചാരിക്കില്ലേ. ഇതാണ് ഞങ്ങൾ. ലഡു ഞാൻ ജയിച്ചു എനിക്കൊരു പോയിന്റ് കിട്ടി. ബേബി, ഞാൻ മുറുക്ക് പറഞ്ഞായിരുന്നു, ഇത് ഞാൻ ഗസ് ചെയ്തായിരുന്നു, പക്ഷെ ചെറുതായിട്ട് സ്ലൈറ്റ് ഡിഫറൻസ് വന്നു. ഞാൻ ഗസ് ചെയ്തത് ലഡു എനിക്കൊരു മാർക്ക് കിട്ടി. നീക്കാൻ പറഞ്ഞത് അൽവ മറന്നുപോയി. ഇല്ലെങ്കിൽ എനിക്ക് 2 മാർക്ക് കൂടെ കിട്ടിയാനായിരുന്നു. ഇവൻ രാവിലെ തൊട്ട് തിന്നുവാ കേട്ടോ. അതിനകത്ത് കയറിയുള്ള ഈ കപ്പലണ്ടി മുട്ടായില്ലേ, അറ്റോ മുറി. നിങ്ങൾ ഫാൻ ഇടുന്നില്ല, ആർക്കും വേണ്ടേ 2 ഫോണ്? എന്തിനാ കളയാനാ? അല്ല, എടുത്ത് വെക്കാനാ. ചുരുക്കിട വീഡിയോ എടുത്തോണ്ടിരുന്നേ. പേടിക്കണ്ട, ഓടണ്ട എടുത്തു. ഉള്ള ഷുഗർ എല്ലാം കൂടെ വരും. എനിക്കിപ്പം വേണ്ട, ഞാൻ ഫുഡ് പോലും അതാരാ ഒരു കള്ളിപ്പിന്ന്? കിടന്നോ. ഇതിനാന്ന് അവനോട് തുറന്ന. കിടന്നോ മോനെ. അപ്പോൾ ഇന്നും കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തീർക്കാം എന്ന് വിചാരിക്കുന്നല്ല. ഇന്നുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം. എന്നിട്ട് വേണം എനിക്ക് ഇത് ഫുൾ ക്ലീൻ ചെയ്യാൻ. ഇതിപ്പം ക്ലീൻ ചെയ്താലും ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വരും. പക്ഷെ അതല്ല, എനിക്ക് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം എത്രയൊക്കെ വൃത്തിയാക്കിയാലും സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ വൃത്തികേടുകളും റൂമിൽ കാണും. അപ്പം ഇന്നും കൊണ്ട് എനിക്ക് ഫുൾ തീർത്തിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യണം, എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുമായിരിക്കും ഇതെന്താണത്. അല്ല, ഇത് ഫുൾ ക്ലീൻ ചെയ്യാനുണ്ട്. എത്രയൊക്കെ ഇപ്പം ഞാൻ ഡെയിലി രാത്രിയിൽ ഇത് എടുത്ത് വെച്ച് എല്ലാം ക്ലീനാക്കി കിടന്നാലും രാവിലെ എഴുന്നെങ്കിലും എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സാധനങ്ങളെല്ലാം വെളിയിലെടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഈ പറയുന്ന പോലെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇന്ന് എനിക്കിത് ഫുൾ ക്ലീൻ ചെയ്യണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തായാലും എനിക്ക് കൊടുക്കാനുള്ള 2 ഇതുണ്ട്. അത് ഫുൾ
സ്റ്റിച്ച് ചെയ്ത് കഴിയണം. സ്റ്റിച്ചല്ല, ഹുക്കൊക്കെ വെച്ച് എല്ലാം കംപ്ലീറ്റ് ആക്കി ഫിനിഷാക്കി അതെല്ലാം തീർത്താലേ എനിക്കൊരു സമാധാനമുള്ളൂ. കാരണം മാക്സിമം ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഡ്യൂ ഡേറ്റിന്. സോ എപ്പോൾ വേണേലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. നാളെ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം, അല്ലേ തന്നെ ചെക്കപ്പിന്. അപ്പം ഓക്കെ, അത്രയൊക്കെയാണ് നിലവിൽ. സോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇനി അധികം എടുക്കാനൊന്നുമില്ല, കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എനിക്ക് അധികം എടുക്കാനും പറ്റിയില്ല, എനിക്കറിയാം. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണ്ടിന്യൂസ് ഞാനിരുന്ന് സ്റ്റിച്ച് ചെയ്യുക. കാരണം അത്രയും ഫുൾ, അതായത് വെള്ളിയാഴ്ച ഇന്ന് തിങ്കൾ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ രാവിലെ 11 മണിക്കെന്തോ ഇരുന്നതാണ്. വൈകിട്ട് 6 മണിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എഴുന്നേൽക്കുന്നത് ഒരു ബ്രേക്കിന്. അതിൻ്റെ ഇടയിൽ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന് ഞാൻ 2:50 തൊട്ട് 3 മണി വരെയാണ് ഞാനെടുത്ത ബ്രേക്ക്, ഫുഡ് കഴിക്കാൻ, ലഞ്ച്. അത് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ് എടുത്തു. 3 തൊട്ട് 4 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത്, അന്ന് ഈവനിങ് ഒരു ഗൗൺ കൊടുക്കണമായിരുന്നു. അപ്പോൾ അന്ന് അത് ഫുള്ളിരുന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തു. എന്നിട്ടാണ് 6 മണി 6:15 ആയപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുറച്ച് ആ ഗൗണിൻ്റെ തന്നെ ഹെം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു മടക്കി അടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗൗൺ എനിക്ക് തയ്ക്കാൻ ആകെ 2-3 ദിവസമേ കിട്ടിയുള്ളായിരുന്നു. 2 ദിവസമേ പറഞ്ഞു വരുമ്പോൾ കിട്ടിയിട്ടുള്ളൂ. കാരണം ടോട്ടൽ 3 ദിവസമായിരുന്നു. അതിലൊരു ദിവസം ഫുൾ എനിക്ക് സ്കാനിങ്ങും അതും ഇതൊക്കെ ആയിട്ട് അങ്ങ് പോയി. പിന്നെ അതിൻ്റെ ലൈനിങ് എടുക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. 7 കടയിൽ കയറിയിട്ടാണ് എനിക്ക് ലൈനിങ് കിട്ടുന്നത്. അപ്പോൾ അന്ന് സ്കാനിങ്ങിൻ്റെ അന്ന് പോയപ്പം സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പം 4 കടയിൽ കയറി ചോദിച്ചു, കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നുകൊണ്ട്, കാരണം രാവിലെ തൊട്ട് നിൽക്കുമല്ലോ, അപ്പോൾ എനിക്ക് അങ്ങ് അങ്ങ് ഇതാവുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അന്ന് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച രാത്രിയിൽ വീണ്ടും ഒന്നുകൂടെ കുറച്ച് കടയിൽ കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനൊരു ലൈനിങ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ബുധൻ വരെ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ടോപ്പ് പോർഷൻ മാത്രം കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. ബാക്കി ബോട്ടം തയ്ക്കണമെങ്കിൽ എനിക്ക് ലൈനിങ് വേണം. അത് കഴിഞ്ഞിട്ട് വ്യാഴവും വെള്ളിയും കൊണ്ടാണ് അതും ഈ ലെഹങ്ക എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ, ക്ലാസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഒട്ടും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എടുത്തതൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം അത്രയും തന്നെ എടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാതെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഞാൻ കൊടുക്കാനുള്ളത് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേത് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് എടുക്കാം. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ തയ്ക്കാനെടുത്തു. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, നൂല് ചുറ്റുന്നതും പിന്നെ മെഷർമെൻ്റ് എടുത്തിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ അത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ലത് എടുക്കണമല്ലോ. അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ മെഷീനിൽ ഇത് എന്തായിരുന്നു നൂല് കോർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഓൾറെഡി പകുതി സ്റ്റിച്ച് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത്ര ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി രാജ്മ കറി ഉണ്ടാക്കാനായിട്ട് പോയി. ചേട്ടനാണെങ്കിൽ രാജ്മ കറി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രാജ്മ കറി ഉണ്ടാക്കാൻ പോയി. അപ്പോൾ അതൊരു ഉച്ചയൊക്കെ 1 മണിയൊക്കെ കഴിഞ്ഞു, 1:15 ആയപ്പോഴെന്തോ ആണ് പോയത്. ജസ്റ്റ് അതുണ്ടാക്കി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങ് എന്തോ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, പതിവില്ലാത്ത പോലെ. അപ്പോൾ പിന്നെ ഞാൻ അന്നേരം ഒന്ന് നടുനിവർക്കാൻ കിടന്നതാണ്. പക്ഷേ ആ ഒരു നടുനിവർക്കെന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര അങ്ങ് ടയേർഡായതുപോലെ ആയിപ്പോയി. അന്നേരം കഴിച്ച ആ ഒരു ഇതിലങ്ങ് നടന്നായിരുന്നെങ്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു. അന്നേരം റെസ്റ്റ് ചെയ്യാൻ പോയതാണ് കുഴപ്പമായത്. ഞാൻ കുറച്ച് നേരം അങ്ങ് കിടന്നു. എന്നാൽ ഉറങ്ങിയോ അതും ഇല്ല. ഒന്ന് ഉറങ്ങി വന്നപ്പോൾ ചേട്ടൻ വന്ന് വിളിച്ചു ഫുഡ് കഴിക്കാൻ. ഞാൻ കഴിക്കാതാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ല ക്ഷീണമായിരുന്നു അന്ന്. 1:30 ആകുന്നു. ഞാൻ പോയി രാജ്മ കറി ഉണ്ടാക്കട്ടെ. ചേട്ടന് രാജ്മ കറി വേണമെന്ന് പറഞ്ഞു. അവനവിടെ 1 മാസമായിട്ട് പട്ടിണിയായിരുന്നു തോന്നുന്നു.
അപ്പോൾ അതുണ്ടാക്കട്ടെ. അത് പെട്ടെന്ന് ഉണ്ടാക്കും. ഞാൻ മണം വെച്ചു. ഓ മൈ ഗോഡ്. ആ സൈഡ് ഒതുങ്ങിയാ കിടക്കുന്നത്. റിയാക്ഷൻ ഒന്നുമില്ലേ? സൂപ്പർ അല്ലെന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് കിട്ടത്തില്ല. സൂപ്പർ ഇല്ലെന്ന് ചോദിച്ചാൽ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. സൂപ്പറാണ്. മട്ടന് തിക്ക് ഗ്രേവി ആണല്ലോ. പിന്നെ கொஞ்சம் லைட் ஆகணும். ഓക്കെ ഓക്കെ മനസ്സിലായി. ആ ഓക്കെ അപ്പൊ അരച്ചെടുത്താ മതിന്റെ. ആ അരച്ചെടുത്തിട്ട് മറ്റേ വെള്ളം പറ്റിച്ചാൽ മതി. അപ്പം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നേ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടല്ല കിടന്നിട്ട് എനിക്ക് നടുവേദനയല്ല, എന്തോ ഒരു കാലിനൊക്കെ നീരിനുള്ളതുകൊണ്ടേ അതിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ. അപ്പം കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് പോയി ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഹുക്ക് വെക്കണം. കുറേ നേരം ഉണ്ടല്ലോ, ഞാൻ കുറേ നാളുണ്ട് ഹുക്ക് വെക്കുന്ന കാര്യം പറയുന്നു. അതിൻ്റെ ഇത് ബാക്കി വെച്ചിട്ടാണ് ഞാൻ മറ്റേ ഗൗൺ തയ്ക്കാനെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഹുക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ജസ്റ്റ് മടക്കി അടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ ചെയ്തത്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഹുക്കൂടൊക്കെ വെച്ചാൽ മതി. പിന്നെ അന്നേരം അതങ്ങ് ഫിനിഷാകും. പിന്നെ റൂം ഇന്നെന്തായാലും ക്ലീൻ ചെയ്യാൻ നടക്കത്തില്ല, കാരണം എനിക്ക് വയ്യ. എനിക്ക് അത്ര നേരമൊന്നും നിൽക്കാൻ ഒട്ടുമേ പറ്റത്തില്ല. എസ്പെഷ്യലി ഈ ഡ്യൂ ഡേറ്റ് അടുത്ത് വരുന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അറിയാമായിരിക്കുമല്ലോ, താഴെ പ്രഷർ നമുക്ക് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നാളെ ഇനി അടുക്കി വെക്കാനൊക്കെ ടൈം കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. നാളെ ചെല്ലുമ്പോൾ അറിയാം എന്ന് അഡ്മിറ്റ് ആവണം എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഇനി ഇത് അയൺ ചെയ്തെല്ലാം സെറ്റ് ചെയ്താൽ എനിക്കതങ്ങ് പാക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അവർ വന്ന് എടുത്തോളൂ. ഞാൻ ഹോസ്പിറ്റലാണെങ്കിലും വീട്ടിൽ വന്ന് അവരെടുത്തോളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാലൊരു സമാധാനമുണ്ട്. ഇപ്പോഴാണ് ഞാൻ കിടന്നു, ഉറങ്ങിയില്ല. പക്ഷെ ഉറങ്ങി വന്നായിരുന്നു. അന്നേരം ചേട്ടൻ എന്നെ വന്ന് വിളിച്ചു ഫുഡ് കഴിക്കാൻ. ഞാൻ കഴിച്ചില്ലായിരുന്നു, കഴിക്കാതെ കിടന്നത്. അപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു ഡിസിനെസ്, ഭയങ്കര ക്ഷീണം. എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കണക്കിന് എഴുന്നേറ്റ് പോയി കഴിച്ചു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുമായിരിക്കും, അറിയത്തില്ല. എനിക്ക് സമാധാനത്തോടെ കിടക്കാനും പറ്റത്തില്ല, കാരണം ഇത് ഫിനിഷ് ആവാത്തതുകൊണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ടൈം പോയത് ഒരു ഗൗൺ ഇതിൻ്റെ ഇടയിൽ കയറി തയ്ച്ചത് കൊണ്ടാണ്. എൻ്റെ സമയം ഫുൾ പോയത്, എൻ്റെ പ്ലാൻ മൊത്തം മാറിയത്. ആ ഗൗൺ തയ്ക്കാൻ എനിക്ക് 2 ദിവസമായി. എൻ്റെ ടൈം എനിക്ക് അത്രയും വേസ്റ്റായി പോയത് 2 ദിവസമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇത് ഫ്രൈഡേയും കൊണ്ട് എൻ്റെ ഫുൾ കംപ്ലീറ്റ് വർക്കും എനിക്ക് തീർക്കാനായിരുന്നു. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച്. അന്നേരമാണ് ഈ ഗൗണിൻ്റേത് കയറി വരുന്നത്. അതെനിക്ക് പ്യുവർലി വേസ്റ്റ് ഓഫ് ടൈം ആയെന്ന് തന്നെ വേണം പറയാൻ. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് എന്താണെന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം ജസ്റ്റ് അത് പറഞ്ഞു പോയാൽ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ് ഞാനിപ്പം അത് വേസ്റ്റ് ഓഫ് ടൈമാണ്, എൻ്റെ സമയം പോയി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനെല്ലാം പറയാം. അപ്പം ആ ഒറ്റ കാര്യം കൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് മറിഞ്ഞത്. സോ അതുകൊണ്ടാണ് എനിക്ക് ഇത് ഇത്രയും ഡിലേ വന്നത്. എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇത് തേഴ്സ്ഡേ ഫ്രൈഡേയും കൊണ്ട് ഫുൾ തീർക്കായിരുന്നു. ഫുൾ കാര്യങ്ങളും എനിക്ക് എല്ലാം ചെയ്ത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗും എല്ലാം പാക്ക് ചെയ്ത് എല്ലാം കറക്റ്റാക്കി വെക്കാനുള്ള ടൈം എനിക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്ത് വന്നത്. അപ്പോൾ ആ ഒറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് ബാക്കി എല്ലാം മറിഞ്ഞത്. സോ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇത്രയൊരു പ്രഷർ വരുന്നത്. അപ്പോൾ ഓക്കെ, അത് ഞാൻ പറയാം. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പം ഇത്രയും ഇതും ഇങ്ങനെ ലാഗായി പോയതും എല്ലാം. അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ഈ വ്ളോഗ് ബാക്കി എടുക്കാം. പക്ഷേ അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ്
ടയേർഡോ ക്ഷീണം ഫീൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വന്ന എൻ്റെ ട്രൈപോഡാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വേറെ ട്രൈപോഡ് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വന്നതാ. നോക്കാം. അപ്പോൾ അന്ന് ഈവനിങ് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് അതിന് മുമ്പായിട്ട് ഞാനിത് കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാലേ നമുക്ക് വൈകിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് പിന്നെ വന്നതൊരു 10:30-11 ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഹുക്കൂടെ വെച്ചായിരുന്നു. ഏത് വീഡിയോ എടുത്താലും കുറേ ഹുക്ക് വെക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ശരിയാണ്, എനിക്ക് ഹുക്ക് വെക്കാൻ അത്യാവശ്യം നല്ല സ്ട്രെയിൻ കണ്ണിന് വരുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഞാൻ കണ്ണാടിയും വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഹുക്ക് വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കി നല്ല രീതിയിൽ വെക്കണ്ടേ, അല്ല ചുമ്മാ തയ്ച്ച് വെച്ചാൽ പോരല്ലോ. അപ്പം വന്നിട്ട് അതും വെച്ചു. അപ്പം രാത്രിയിലാണ് വെച്ചത്. കണ്ണിന് കുറച്ച് സ്ട്രെയിനൊക്കെയാണ്, എന്നാലും വെച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ട് വന്നു. അപ്പോൾ പുറത്ത് പോയതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതപ്പം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് പിന്നെ ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എടുത്തതാണ്. അതപ്പോൾ എനിക്ക് തോന്നുന്നു 11:30 ആയി. കാരണം എല്ലാവരും കിടന്നു, ചേട്ടനും കിടന്നു. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയില്ലല്ലേ ചേട്ടന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഈ 2 ഹുക്ക് കൂടെ വെച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിടിച്ച് നിർത്തിയേക്കുക. അപ്പം അത്ര ഉള്ളായിരുന്നു അന്നത്തെ വീഡിയോ. അപ്പോൾ ഏകദേശം നമ്മുടെ വ്ളോഗ് തീരാറായി കേട്ടോ. അപ്പോൾ ഹുക്കൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്നു. അപ്പോൾ സമയം 12:30-1 മണി എന്തോ ആയായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അയ്യോ കർത്താവേ, മഴയോ? മഴ കാണിക്കുന്നു ഫോണിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് ഡേയുടെ വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.